നമ്മുടെ നാടിൻ്റെ നാഡീഞരമ്പുകളായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ കുടുംബശ്രീ CDS അംഗങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമോ അവർക്ക് എത്ര രൂപയാണ് ഒരു യാത്രാഭത്തയായിട്ടോ ഓണറേറിയമായിട്ടോ കിട്ടുന്നത്? വെറും 100 രൂപ സർ. അവരുടെ പ്രവർത്തനത്തിൻ്റെ വൈപുല്യം എത്രയാണ്? ഗവൺമെൻറ് നടത്തുന്ന എല്ലാ പരിപാടികളുടെയും കൈയടിക്കാൻ പോകുന്ന തൊഴിലാളികളായിട്ട് പോലും അവരെ ഉപയോഗിക്കുകയാണ്. എല്ലാ സർക്കാർ പരിപാടികളും നടക്കാൻ വേണ്ടി അവരെ ഉപയോഗിക്കുകയാണ്. എല്ലാ പദ്ധതികളുടെയും നടത്തിപ്പിന് വേണ്ടി അവരെ ഉപയോഗിക്കുകയാണ്. നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലും അവരുടെ പങ്കാളിത്തവും അവരുടെ സാന്നിധ്യവും കൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും നടക്കുന്നത്. കുടുംബശ്രീയുടെ പേരിലാണ് നമ്മൾ ഇത്രയേറെ മഹിമ നടിക്കുന്നത്. പക്ഷേ അവർക്ക് 100 രൂപ അവർക്ക് യാത്രാഭത്ത ആകെ കൊടുത്തിട്ട് 14 മാസമായി സർ. എന്തൊരു അപമാനകരമാണ്. മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2021 ബജറ്റ് പ്രസംഗത്തിൽ 15/1/2021 ബഹുമാന്യനായ നമ്മുടെ ധനകാര്യമന്ത്രി അവരുടെ യാത്രാഭത്ത 500 രൂപയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ നമ്മുടെ മന്ത്രി ഒരു വീഡിയോ തന്നെ പുറത്തിറക്കി 29/11/2024 അവർക്ക് 500 രൂപ പ്രഖ്യാപിച്ച 500 രൂപ ഓർഡർ അതിൻ്റെ ജിയോ അടക്കം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജിയോ എൻ്റെ കയ്യിലുണ്ട് സർ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആകെ 18,367 CDS അംഗങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് ആകെ ഉള്ളത്. ഇവർക്കൊരു 1000 രൂപ വെച്ചെങ്കിലും കൊടുത്താൽ 2 കോടി രൂപയുടെ ബാധ്യതയാണ് സർക്കാരിനുള്ളത്. അതിൽ 500 രൂപ കൊടുക്കാമെന്നാണ് സർക്കാർ ഇതുവരെ പറഞ്ഞത്. അത് തീർച്ചയായും 1000 രൂപയെങ്കിലും ആക്കണം. അത് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അത് എന്ന് കൊടുക്കും എന്നുള്ള കാര്യം മന്ത്രിയുടെ ഉത്തരവ് പുറപ്പെടുവിച്ച കാര്യം പോലും ആദ്യത്തെ 100 രൂപ പോലും കൊടുത്തിട്ട് 14 മാസമായി. ഇത് എന്ന് കൊടുക്കുമെന്ന് അറിയിക്കണം. ഇതുപോലെ ഒരൊറ്റ കാര്യം സർ, ഇത് അതീവ ഗൗരവമായ ഒരു കാര്യമാണ്. നമ്മുടെ കുടുംബശ്രീ എന്ന് പറയുന്ന സംവിധാനം ഇന്ന് ലോകോത്തരമായി കേരളത്തിന് അഭിമാനമുണ്ടാക്കിയ ഒരു സംവിധാനമാണ്. ആ സംവിധാനം ഉൾപ്പെടെ സാധാരണക്കാർ ബന്ധപ്പെടുന്ന ഏറ്റവും അടിസ്ഥാന വർഗത്തെ പൂർണ്ണമായിട്ടും ഈ ഗവൺമെന്റ് തള്ളുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് ഈ സംസ്ഥാന സമ്മേളനം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സർ, ഈ മറുപടിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയേണ്ടതുണ്ട്. കുടുംബശ്രീ ലോകോത്തരമാണ് എന്ന് 25-26 കൊല്ലം കഴിഞ്ഞിട്ട് ആണെങ്കിലും അംഗീകരിച്ചതിൽ ഞാൻ അദ്ദേഹത്തോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. കുടുംബശ്രീയെ പരാജയപ്പെടുത്താൻ ജനശ്രീ കൊണ്ടുവന്ന് എല്ലാ ശ്രമവും പരാജയപ്പെട്ടപ്പോൾ ഇനി കുടുംബശ്രീയെ അംഗീകരിക്കലല്ലാതെ മാർഗമില്ല എന്ന തിരിച്ചറിവ് കൊണ്ടായിരിക്കും ഇപ്പോൾ ലോകോത്തരം എന്ന് അവരുടെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതേസമയം ഒരു നിന്ദാസ്തുതിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. സബ്മിഷനാണ്, അത് കഴിയട്ടെ. നിന്ദാസ്തുതിയാണ്. അദ്ദേഹം ഒരു പരാമർശം പിൻവലിക്കണം. സാർ, ഇതെന്താണ് സാർ? ഒരു പരാമർശം ബഹുമാനപ്പെട്ട അംഗം പിൻവലിക്കണം. കയ്യടിക്കാനുള്ള തൊഴിലാളികളാണെന്ന് പറഞ്ഞ കുടുംബശ്രീയുടെ 48 ലക്ഷം അംഗങ്ങളെ അദ്ദേഹം അപമാനിച്ചിരിക്കുകയാണ്. ആ പരാമർശം പിൻവലിക്കണം. അത് രേഖകളിൽ ഉണ്ടാവാൻ പാടില്ല. ഇത് ഒരേ സമയം നിങ്ങൾ ലോകോത്തരമാണെന്ന് പറയുമ്പോൾ തന്നെ ഉള്ളിലുള്ള മനോഭാവമാണ് പുറത്തു വരുന്നത്. സാർ, കേരളത്തിലെ സ്ത്രീ ജീവിതത്തെ കുടുംബശ്രീക്ക് മുമ്പും ശേഷവും എന്ന് ചരിത്രം വേർതിരിക്കും. കുടുംബശ്രീക്ക് ശേഷം കേരളത്തിലെ സ്ത്രീ ജീവിതം സാമൂഹികമായി, സാമ്പത്തികമായി, സാംസ്കാരികമായി, രാഷ്ട്രീയമായി എല്ലാം ശാക്തീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ ശാക്തീകരണത്തിന് കാരണമായിട്ടുള്ള കുടുംബശ്രീയിലെ അംഗങ്ങളെയാണ് കയ്യടി തൊഴിലാളികൾ എന്ന് ആക്ഷേപിച്ചിരിക്കുന്നത്. രേഖകളിൽ ഉണ്ടാവാൻ പാടില്ല സർ. അത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. യാഥാർത്ഥ്യമല്ലെന്നാണ് വിളിച്ചു ചോദിക്കുന്നത്. ഇതാണ് മനോഭാവം കുടുംബശ്രീയുടെ. സ്ത്രീകളോട് തന്നെയുള്ള മനോഭാവം അതാണ്. സ്ത്രീകളോട് തന്നെയുള്ള മനോഭാവമാണ് കാണിക്കുന്നത്. സർ, 29/11/2024 സർക്കാർ ഉത്തരവ് നമ്പർ 116 പ്രകാരം CDS ചെയർപേഴ്സൺ ഒഴികെയുള്ള CDS അംഗങ്ങളുടെ യാത്രാഭത്ത 2022 ജനുവരി മാസം മുതൽ 500 രൂപയായി വർദ്ധിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അതിൻ പ്രകാരം 2025 ജനുവരി മുതൽ CDS അംഗങ്ങൾക്ക് പ്രതിമാസം 500 രൂപ യാത്രാഭത്ത നൽകുന്നതിന് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ 15/2/2025 1015 M/2022 KSHO നമ്പർ സർക്കുലർ പ്രകാരം കുടുംബശ്രീ ജില്ലാ മിഷനുകൾക്ക് നിർദ്ദേശം നൽകി.
ഈ ആവശ്യത്തിനായി 2,75,49,000 രൂപ ജില്ലകൾക്ക് അനുവദിച്ചു നൽകി. 79,02,000 രൂപ ജില്ലകളിൽ നിന്ന് CDSകൾക്ക് അനുവദിച്ചിട്ടുണ്ട്. ബാക്കി തുക വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ജില്ലകളിൽ പുരോഗമിച്ചു വരികയാണ്. 15/1/2021 ബജറ്റ് പ്രസംഗത്തെ തുടർന്ന് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ 5/12/2023 സർക്കുലർ പ്രകാരം CDS തനത് ഫണ്ടിൽ നിന്ന് CDS അംഗങ്ങൾക്ക് യാത്രാബത്ത നൽകുന്നതിനും സർക്കാർ ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് ഈ തനത് ഫണ്ടിലേക്ക് തിരിച്ചടവ് വരുത്തുന്നതിനും അനുമതി നൽകിയിട്ടുണ്ട്. സർ, 2021 എന്ന് അദ്ദേഹം തന്നെ, ബഹുമാനപ്പെട്ട അംഗം തന്നെ പറഞ്ഞു, വർദ്ധിപ്പിച്ചത്. അപ്പോ യാത്രാബത്ത വർദ്ധിപ്പിച്ച ഗവൺമെന്റ് LDF ഗവൺമെന്റ് ആണ് എന്ന കാര്യം അദ്ദേഹത്തിന് തന്നെ സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. ലോകോത്തരം എന്ന് കുടുംബശ്രീയെ ഇപ്പൊ വാഴ്ത്തുന്നവരാരും ഇത് ചെയ്തിട്ടില്ല. സർ, തനത് ഫണ്ടുള്ള മുഴുവൻ CDSകളിലും അപ്രകാരം യാത്രാബത്ത തുടർച്ചയായി നൽകി വരുന്നുണ്ട്. 2022 ജനുവരി മാസം മുതൽ 2024 ഡിസംബർ വരെയുള്ള യാത്രാബത്ത കുടിശ്ശിക വിതരണം ചെയ്യുന്നതിന് ആവശ്യമായ തുക 2024-25 സാമ്പത്തിക വർഷത്തെ പ്ലാൻ ഫണ്ടിൽ വകയിരുത്തിയിട്ടില്ലാത്തതിനാൽ അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റ് വിഹിതത്തിൽ നിന്ന് മാത്രമേ ഇക്കാര്യം പരിഗണിക്കാൻ കഴിയൂ. ശ്രീ എൽദോസ് പി കുന്നപ്പള്ളി പറയൂ. സാറ്, കുടുംബശ്രീയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ജനശ്രീ രൂപീകരിച്ചു എന്ന് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞു. ജനശ്രീ എന്ന് പറയുന്ന ഒരു സ്വയം സഹായ സംഘമാണ്. സമാനമായി വിവിധ സംഘടനകൾക്ക് ഇത്തരത്തിലുള്ള സംഘങ്ങളുണ്ട്. എത്രയോ സമുദായങ്ങൾക്കുണ്ട്, സംഘടനകൾക്കുണ്ട്. അപ്പോ അങ്ങനെ ഇരിക്കെ ജനശ്രീ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ജനശ്രീയെ കുറിച്ച് അപകീർത്തികരമായ പരാമർശം നടത്തിയത് മന്ത്രി ആ പരാമർശ രേഖ നീക്കം ചെയ്യണം. പരിശോധിക്കാം. അംഗങ്ങൾ കയ്യടി തൊഴിലാളികളാണെന്ന പരാമർശവും രേഖയിൽ നിന്ന് നീക്കം ചെയ്യണം. പരിശോധിക്കാം.